ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓട്ടോക്കാരുടെ ഇടയിൽ നിന്നും ആരതിയെ മുരളി രക്ഷിച്ചപ്പോൾ മുരളിക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ ആരതി മുരളിയുടെ മേൽ മെക്കിട്ട് കയറുകയാണ്. ഒടുവിൽ ആരതിയുടെ മുന്നിൽ മുരളിക്ക് തല കുനിക്കേണ്ടി വരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഹരിയോട് പറയുകയാണ് മുരളി. ഇതെല്ലാം കേട്ട ശേഷം ഹരി പറയുന്നു, ഷെടാ, അത് ആ കൊച്ചു കാണിച്ചത് കുറച്ച് അഹങ്കാരമായി പോയെന്നേ ഞാൻ പറയൂ. കുറഞ്ഞ പക്ഷം കൊച്ചേടന്റെ നല്ല മനസ്സ് അവള് തിരിച്ചറിയണമായിരുന്നു. മുരളി പറയുന്നു, തിരിച്ചറിയൂടാ, തിരിച്ചറിയും. തൽക്കാലം ഞാനൊന്ന് തല കുനിച്ചു കൊടുത്തന്നേ ഉള്ളൂ. എന്റെ താലിക്ക് മുന്നിൽ അവള് തല കുനിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ ഈ വില്ലനും നാളെ ഹീറോ ആവുമെന്നർത്ഥം. ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടിൽ തന്നെയല്ലേ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് മുരളി. അതാണ് എന്റെ കൊച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഹരിയും സന്തോഷത്തോടെ നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് ആരതി ബാഗ് പാക്ക് ചെയ്യുകയാണ്. അവിടേക്ക് ആര്യ വന്നിട്ട് ആരതിയെ തടയുന്നു. ആര്യ എത്ര പറഞ്ഞിട്ടും ആരതി കേൾക്കുന്നില്ല. എന്റെ കുഞ്ഞേച്ചി ഒന്നടങ്ങ്. ടൗണിൽ പോയിട്ട് വരികയല്ലോ വല്യേച്ചി, ട്രിപ്പങ്ങോട്ടേക്കല്ലേ പോയത്? ഇത്രയും ദൂരം പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ പറഞ്ഞതിനേക്കാൾ സമയം എടുത്തെന്നിരിക്കും. അതിന് കുഞ്ഞേച്ചി ഇങ്ങനെ തുടങ്ങിയാ പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ തുടങ്ങുന്നില്ല, നിനക്ക് കുറ്റം അല്ലേ? ഇവിടെ നിന്ന് പോയിട്ട് ഒരു രാത്രി കഴിഞ്ഞല്ലോ. ആള് ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. പോട്ടെ, ഇതിനിടയ്ക്കൊന്ന് വിളിച്ചോ? അതും ഇല്ലല്ലോ. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നീ തന്നെ പറയ്. ഇത് കേട്ട് ആര്യ പറയുന്നു, വിളിക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും, അല്ലെങ്കിൽ തിരക്കിനിടയിൽ മറന്നു പോയതായിരിക്കും. ആർക്കറിയാം തൃപ്പങ്ങോട്ടത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന്. ഇതെല്ലാം കേട്ട് ആരതി പറയുന്നു, കറക്റ്റ്, അതാണ് പോയിന്റ്. തൃപ്പങ്ങോട്ടത്തെ ഇപ്പോഴത്തെ സാഹചര്യം ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് പോകണ്ടെന്ന് ഞാൻ 100 തവണ പറഞ്ഞത്. എന്നിട്ടും പോയി. ഇനിയിപ്പോ അവിടെ ചെന്ന് എന്തെങ്കിലും ഏടാ കുഴത്തിപ്പെട്ടാൽ നമ്മളെ ഉള്ളൂ പോയി രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ബാക്കിൽ പാക്ക് ചെയ്യുകയാണ് തുണികൾ. പെട്ടെന്ന് ആര്യ പുറത്തേക്ക് ഓടുന്നു. സീതമ്മ അവിടേക്ക് വരുന്നുണ്ട്. സീതമ്മയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ആര്യ. കുഞ്ഞേച്ചി അവിടെ ബാഗുമായി ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് വല്യേച്ചിയുടെ അടുക്കലേക്ക് പോകാൻ. ഞാൻ എത്ര പറഞ്ഞിട്ട് നിൽക്കുന്നില്ല. ഈ കൊച്ചിന്റെ ഒരു കാര്യമെന്ന് പറഞ്ഞ് സീതമ്മ അകത്തേക്ക് കയറിയ സമയം പുറത്തേക്ക് വരികയാണ് ബാഗുമായി ആരതി. ആരതി, നീ ഈ കാണിക്കുന്നത് സാഹസമാണ്. ഒന്നാമത് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നീ ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ? രണ്ടാമത്തെ കാര്യം, അഞ്ജലി എവിടുന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ തിരക്കി വേണം ഇവിടുന്ന് അങ്ങോട്ട് ആള് പോവാൻ. സീതമ്മ വെറുതെ ആര്യെ പോലെ സംസാരിക്കരുത്. ഇന്നലെ മടങ്ങി വരും എന്ന് പറഞ്ഞല്ലേ ചേച്ചി തൃപ്പങ്ങോട്ടേക്ക് പോയത്? ദാ നേരം ഇരുട്ടി വെളുത്ത് ഇത്രയായി വന്നിട്ടില്ല. അപ്പോ പോകണ്ടേ നമ്മളിൽ ഒരാളെങ്കിലും അന്വേഷിക്കാനെന്ന് ആരതി പറയുന്നു. എല്ലാം ശരി തന്നെ, പക്ഷേ നീ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്ക്. ഇപ്പോ അഞ്ജലി വരാത്തതിന്റെ ടെൻഷൻ മാത്രമല്ലേ ഉള്ളൂ. ഇനി നീയും കൂടി പോയാൽ അതിന്റെ ടെൻഷൻ കൂടിയാകും. ഇന്ന് ഒരു ദിവസം കുറച്ചുകൂടി സമയം നമുക്ക് നോക്കാം. രാത്രി വരെ വന്നില്ലെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് പോകാം. എന്താ, അത് പോരെ? ആരതി പറയുന്നു, സോറി, നിങ്ങൾ രാവിലെ പോയിക്കോ, നാളെ പോയിക്കോ. എനിക്ക് എന്റെ ചേച്ചിയുടെ അടുത്ത് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ബാഗുമായി ആരതി പോകാൻ തുടങ്ങിയപ്പോഴാണ് രാധ അവിടേക്ക് വരുന്നത്. അതായത് അഞ്ജലി. അഞ്ജലി കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. എന്നാൽ ആരതി ദേഷ്യത്തിൽ തന്നെ. അല്ല, നീ ഇതെങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ടെന്ന് അഞ്ജലി ചോദിക്കുന്നു. എന്റെ ചേച്ചിക്കൊന്ന് വിളിച്ചൂടെ? ഞങ്ങളൊക്കെ ടെൻഷൻ അടിച്ചൊരു വഴിക്കായി എന്ന് ആരതി പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു, നിന്നെ കാണാത്തത് കൊണ്ട് രക്ഷിക്കാൻ ബാഗുമായിട്ട് ഇറങ്ങിയതാ. ഞാൻ എത്ര തടഞ്ഞിട്ട് നിന്നില്ല. ഷെടാ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒരാവശ്യത്തിന് പോയതല്ലേ ഞാൻ. അത് നടന്നു കിട്ടാൻ കുറച്ച് വൈകി എന്നല്ലാതെ വേറെന്ത് പറ്റാനാ എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ തന്നെ ആരതി പറയുന്നു, എന്ത് പറ്റാൻ? പോയത് ശത്രുവിന്റെ വായിലേക്കാ. അയാളാണെങ്കിൽ തൂണിലും തുരുമ്പിലും നമ്മളെ അന്വേഷിക്കാണ് എന്ന് പറഞ്ഞ് ആ ബാഗ് എടുത്ത് എറിഞ്ഞിട്ട് അവിടേക്ക് ഇരിക്കുകയാണ് ആരതി. ആലോചിച്ചിട്ട് എനിക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് ആരതിക്ക് ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ല. ആരതിയുടെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഞ്ജലി പറയുന്നുണ്ട്, എന്താടി ഇത്? നീ വെറുതെ ഇമോഷണൽ ആവാതെ, ഞാൻ എത്തിയില്ലേ. ആദ്യം നീ ഒന്ന് കൂളാവ്. ഞാൻ ആദ്യം നമ്മുടെ അച്ചൂട്ടിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അകത്തേക്ക് പോകുന്നു. അച്ചൂട്ടാ എന്ന് പറഞ്ഞ് അച്ചൂട്ടന്റെ അടുത്ത് ഓടിയെത്തുകയാണ് അഞ്ജലി. മോനെ അച്ചൂട്ടാ, മോനിക്ക് എങ്ങനെയുണ്ട്? ആഹാ, മിടുക്കനായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ചൂട്ടന് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ എണീറ്റിരുന്ന് കഞ്ഞി കുടിക്കുകയാണ്. കഞ്ഞി കോരി കൊടുക്കുന്നത് തുളസിയും. മോന്റെ കുരുക്കളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ഇന്നലെ ഏതാണ്ട് അർദ്ധരാത്രി ആയപ്പോൾ കണ്ണു തുറന്നു. വെള്ളം വേണോന്ന് പറഞ്ഞു, കുടിച്ചു. ഇപ്പോതാ ഒരു കരിക്കിന്റെ വെള്ളം മുഴുവനും കുടിച്ചു. ഇപ്പോഴാ വിശപ്പും ദാഹവും വീണ്ടും വന്നത്. നന്നായി. പൂജ കഴിഞ്ഞതോടെ ദേവി കണ്ണാലെ കാണിച്ചു തരുന്നതാണ് ഈ മാറ്റം എന്ന് പറഞ്ഞ് കയ്യിലുള്ള പ്രസാദം അച്ചൂട്ടിനെ തൊടാൻ തുടങ്ങുകയാണ് അഞ്ജലി. അതോടെ വീണ്ടും കുറഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് പ്രസാദം അച്ചൂട്ടിന്റെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുന്നു. ഇത് ഇവിടെ തന്നെ വെച്ചോളൂ, ഇടയ്ക്ക് തൊട്ടു കൊടുക്കണം. ഞാനൊന്നും മുറിയിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് തുളസിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മുറിയിലേക്ക് പോവുകയാണ് അഞ്ജലി. സീതമ്മയും ആര്യയും മുറിയിലേക്ക് അഞ്ജലിയോടൊപ്പം വരുന്നുണ്ട്. സീതമ്മ ചോദിക്കുന്നു, നീ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ.
തൃപ്പങ്ങോട്ട് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചോ? ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞോ? അഞ്ജലി പറയുന്നു. ആ മേഘനാഥൻ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല സീതമ്മേ. പൂജ നടക്കുന്നതിനിടയിൽ അയാൾ അമ്പലത്തിൽ വരെ എന്നെ അന്വേഷിച്ചു വന്നു. ആണോ എന്നിട്ട് എന്ന ആകാംക്ഷയോടെ ആര്യ ചോദിക്കുന്നുണ്ട്. എന്നെ കണ്ടുപിടിക്കുമെന്നായപ്പോൾ ഞാൻ ശ്രീമൂലം സ്ഥാനത്ത് നിന്ന് വാളെടുത്ത് ചേർത്തിട്ട് രക്ഷപ്പെട്ടു വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കഴിഞ്ഞെങ്കിലും അയാൾ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. അച്ചൂട്ടനെയും നമ്മളെയും തിരഞ്ഞു നടക്കുകയാണ് അയാൾ ഇപ്പോഴും എന്ന് ആരതി പറയുന്നു. അത് ശരിയായിരിക്കും. അങ്ങനെ ഇവിടെ കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് വന്നപ്പോഴായിരിക്കും ഞാൻ അയാളെ കണ്ടത് എന്ന് ആര്യ പറയുന്നുണ്ട്. സീതമ്മ ചോദിക്കുന്നു, നീ രാധയാണെന്ന് അയാൾക്ക് മനസ്സിലായോ? അതാണോ പ്രധാന കാര്യം? ഇനിയിപ്പോ മനസ്സിലായി കാണും. ശ്രീമൂലം സ്ഥാനത്തെ വാളെടുത്ത് വീശാൻ തൃപ്പങ്ങോട്ട് പെൺകുട്ടിക്ക് പറ്റൂ എന്ന് അയാൾക്കറിയാം. എന്തായാലും നമ്മൾ ഇനി കൂടുതൽ കരുതിയിരുന്നേ പറ്റൂ. ഇന്നലെ രാത്രി ശ്രീമൂലം സ്ഥാനത്തിന്റെ പള്ളിവാളിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഞങ്ങൾ മുഖാമുഖം നിന്നു. ദേവി കടാശം കൊണ്ട് മാത്രമാണ് അപ്പോൾ അയാളുടെ കയ്യിൽപ്പെടാതെ ഞാൻ രക്ഷപ്പെട്ടത്. ഇനി ഒരു ദിവസം അതേ വാളും പിടിച്ച് ഏത് സമയത്തും അയാൾ നമ്മുടെ മുന്നിലെത്തും. തലയ്ക്ക് മുകളിൽ കാണുന്ന വാള് പോലെ. ആ സന്ദർഭത്തെ നമ്മൾ കരുതിയിരിക്കണം. ആ സന്ദർഭത്തെ വേണം നമ്മൾ കരുതിയിരിക്കാൻ. ശേഷം കാണിക്കുന്നത് വക്കീല് രാധയും കുട്ടികളെയും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതേ സമയം ആ വക്കീലിന്റെ നീക്കങ്ങൾ അറിയാനുള്ള ശ്രമത്തിലാണ് നാരായണനെ ഏർപ്പാടാക്കിയിരിക്കുന്നത് മേഘനാഥനും. അയാൾ വക്കീൽ അറിയാതെ തന്നെ വക്കീലിന്റെ വീടും പരിസരവും നിരീക്ഷിക്കുകയും വീടിനകത്ത് കയറാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. ആൾ ഏതായാലും അകത്തുണ്ട്. സൈഡിലൂടെ പോയി അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. മേഘനാഥന്റെ വാദങ്ങൾ പൊളിയും. കോടതിയിൽ ഇങ്ങനെ ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് കളി. തൃപ്പങ്ങോട് ദേശത്തെയും അവിടുത്തെ പാവം ജനങ്ങളെയും ബാധിച്ചിരിക്കുന്ന ഈ മനുഷ്യ ക്യാൻസറിനെ വേരോടെ അവിടെ നിന്നും പിഴുതെടുക്കണം. അപ്പോൾ തൃപ്പങ്ങോടിന്റെ പഴയ പ്രതാപം തിരിച്ചു വരും. ഒപ്പം എന്റെ അച്ഛനെ നിഷ്കരണം വധിച്ച ആ മനുഷ്യനുള്ള പ്രതികാരവും അവിടെ ആരംഭിക്കും എന്നൊക്കെ വക്കീൽ ഇങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് വക്കീൽ ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം ആ നാരായണൻ ശ്രദ്ധിക്കുന്നു. വക്കീൽ വേണു അദ്ദേഹത്തിന്റെ അങ്കിളിനെയാണ് ഫോൺ ചെയ്യുന്നത്. പുതിയ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നു, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ പോയതാണ്. അവിടെ വെച്ച് തൃപ്പങ്ങോട്ട് സുഭദ്രാമയെ പോലെ ഒരാളെ നേരിട്ട് കണ്ടു. എന്റെ കൺവേട്ടത്തിൽ തന്നെ. ഓ മൈ ഗോഡ്, പക്ഷേ തൃപ്പങ്ങോട്ടത്തെ സുഭദ്രാമ മരിച്ചു എന്നല്ലേ താൻ പറഞ്ഞത് എന്ന് അങ്കിൾ പറഞ്ഞപ്പോൾ വേണു പറയുന്നു, അതെ അങ്കിൾ, സുഭദ്രാമ മരിച്ചുപോയി, അതിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഞാൻ ഈ കണ്ടത് അവരെയാണെന്ന് കരുതുന്നില്ല. അവർക്ക് മൂന്ന് അനുജത്തിമാരുണ്ടല്ലോ. അതിൽ മൂത്ത കുട്ടിക്ക് ഏതാണ്ട് ഈ പ്രായം കാണും ഇപ്പോ. ആ കുട്ടിയാണോ ഇത് എന്നാണ് എന്റെ സംശയം. അല്ല, കണ്ടിട്ട് അവരോട് സംസാരിച്ചു താനെന്ന് അങ്കിൾ ചോദിക്കുന്നു. അയ്യോ ഇല്ല അങ്കിൾ, അവരോട് സംസാരിക്കാൻ സാധിച്ചില്ല. ഞാൻ അവരുടെ അടുത്ത് എത്തും മുമ്പ് തന്നെ അവർ പോയി കഴിഞ്ഞു. രാധയെ കണ്ട് സംസാരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വേണുവിനെ വഴക്കു പറയുകയാണ് അങ്കിൾ. അപ്പോൾ വേണു പറയുന്നുണ്ട്, സോറി അങ്കിൾ, അതൊരു അമ്പലമായത് കൊണ്ടാണ്. എന്തായാലും അത് തൃപ്പങ്ങോട്ടത്തെ കുട്ടിയാണെങ്കിൽ അവർ ഈ ടൗണിൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പിക്കാം. കൂടുതൽ വിപുലമായി അന്വേഷിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് അവരെ കണ്ടെത്താൻ സാധിക്കും അങ്കിൾ. ശരി, പരമാവധി ശ്രമിക്ക്. അറിയാലോ, തൃപ്പങ്ങോട് തറവാട്ടിൽ അവകാശികളായ ആരും ജീവിച്ചിരിപ്പില്ല എന്നും അതുകൊണ്ട് വിവാഹബന്ധത്തിലൂടെ അവിടെ വന്ന് സ്ഥിരതാമസമാക്കിയ താനാണ് ശേഷിക്കുന്ന ഒരേ ഒരു അവകാശിയെന്നും മേഘനാഥന് വാദിക്കാം. ആ 3 പെൺകുട്ടികളിൽ ഒരാളെങ്കിലും കോടതി മുമ്പാകെ ഹാജരാക്കാൻ സാധിച്ചാൽ മേഘനാഥന്റെ വാദം അപ്പാടെ പൊളിയും. വേണു പറയുന്നു, അതെ, ഞാൻ അവരെ കണ്ടെത്തും, ഒട്ടും വൈകാതെ തന്നെ. ഐ പ്രോമിസ്. കണ്ടെത്തിയാൽ മാത്രം പോരാ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തണം. ഈ മേഘനാഥനെ ഭയന്ന് നാടുവിട്ടവരായതുകൊണ്ട് അയാൾക്കെതിരെ മൊഴി പറയാനും കോടതിയിൽ വരാനും അവര് മടിച്ചു നിൽക്കും. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഉറപ്പുവരുത്തിയാലേ അവരെ കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് അങ്കിൾ പറഞ്ഞപ്പോൾ വേണു പറയുന്നു, കുട്ടികളുടെ രക്ഷ മാത്രമല്ല ഇതിലുള്ളത്, ഒരു നാടിന്റെ രക്ഷ, ഒരു മകന്റെ പ്രതികാരമുണ്ട് ഇതിൽ. എന്റെ അച്ഛനെ കൊന്നവനോടുള്ള എന്റെ പ്രതികാരം ഇനി വേണോ എനിക്ക് ആരംഭിക്കാൻ? ഗുഡ്, എന്റെ സഹപാഠിയുടെ മരണത്തിന്റെ പ്രതികാരം കൂടിയാണെന്ന് കൂട്ടിക്കോ. താനൊന്ന് ഉണർന്ന് പ്രവർത്തിക്കേ എന്ന് അങ്കിളും പറയുന്നു. തീർച്ചയായും അങ്കിൾ എന്ന് പറഞ്ഞിട്ട് വേണു ഫോൺ വെക്കുന്നുണ്ട്. ഇതൊക്കെ നാരായണൻ കേൾക്കുന്നുണ്ട്. അവിടെ വെച്ച് നാരായണനെ വേണു കാണുന്നു. പെട്ടെന്ന് വേണു കണ്ടപാടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് നാരായൺ. പിന്നാലെ വേണു ഓടുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കൃഷ്ണപ്രസാദും തന്റെ നാട്ടിൽ തന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞു. മുരളിയാണ് ഓട്ടോയിൽ കൊണ്ടുവന്നത്. വല്യേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഹരി. കാര്യങ്ങളൊക്കെ തൽക്കാലം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. അച്ഛൻ ഇതുപോലെ എന്തെങ്കിലും ഏടാകൂടത്തിൽ ഇനിയും പോയി തലവെക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കല്യാണത്തിന് സമ്മതിക്കാതെ ഏട്ടനെ ആ വീട്ടിൽ കേട്ടില്ല എന്നാണ് അച്ഛന്റെ ഉഗ്രശബ്ദം. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാ എനിക്കറിയാൻ വയ്യാത്തത്.
എന്നൊക്കെ മുരളി പറയുന്നുണ്ട്. പുഷ്പൻ പറയുന്നു, പ്രസാദ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ പോരെ. അത് കേട്ട് പ്രസാദ് പറയുന്നുണ്ട്, എന്റെ കല്യാണമാണ് അഡ്ജസ്റ്റ്മെന്റ് എങ്കിൽ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോ എന്ന് പറഞ്ഞ അകത്തേക്ക് ദേഷ്യത്തോടെ തന്നെ പോവുകയാണ് കൃഷ്ണ. അപ്പോൾ തന്നെ അച്ഛന്റെ വിളി വന്നു കൃഷ്ണനെ ഫോണിൽ. ആരാത്, കൃഷ്ണനാണോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതെ അച്ഛാ എന്ന് കൃഷ്ണനും. നീ അവിടെ എത്തിക്കാണുമെന്ന് സംശയം ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നീ ലോൺ സെറ്റിൽ ചെയ്തത് സന്തോഷമായി. പക്ഷെ അതിലും വലിയ സന്തോഷം നീ അവസാനം കല്യാണത്തിന് സമ്മതിച്ചതിലാണ്. നിന്റെ മനസ്സ് മാറി എന്നറിഞ്ഞപ്പോൾ പുതുജീവൻ കിട്ടിയ അവസ്ഥയിലാണ് ഞാൻ എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു, കല്യാണമോ? അതാര് പറഞ്ഞു? ഞാൻ ആ ശ്രീധരൻ മാഷിന്റെ മോളുടെ കാര്യം പറഞ്ഞില്ലേ. അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വേറെ കുട്ടികളുണ്ട് നമുക്ക്. അവിടെ ടൗണിൽ നിനക്ക് ചേരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ, നമുക്ക് അത് നോക്കാം. അത് കേട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, അച്ഛാ അതിനെ കല്യാണത്തിന് ഞാനെപ്പോ? നീ വെറുതെ ടെൻഷൻ അടിക്കണ്ടടാ, ഒന്നും അറിയുകയും വേണ്ട. ഒന്ന് നിന്ന് തന്നാ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛൻ എന്താ ഈ പറയുന്നത്? ഞാൻ എപ്പോ കല്യാണത്തിന്? അത്രയും പിന്നെയും കൃഷ്ണൻ പറഞ്ഞപ്പോൾ ശരി ശരി, ഞാൻ അമ്മയുടെ ഫോൺ കൊടുക്കാം, നിങ്ങൾ സംസാരിക്കെന്ന് പറഞ്ഞ് കൃഷ്ണൻ പോകുന്നു. ഹലോ അച്ഛാ, ഇതൊന്ന് ക്ലിയർ ആക്കി പോ അച്ഛാ അച്ഛാ എന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട്. ആ സമയത്ത് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്നു. അമ്മ പറയുന്നു, ഹലോ, യാത്രയൊക്കെ സുഖമായിരുന്നോ? സമയത്ത് ബസ് കിട്ടിയല്ലോ അല്ലെ? അമ്മേ, ഈ അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എപ്പോഴാ കല്യാണത്തിന് സമ്മതിച്ചത്? ആധാരം കൊണ്ട് തന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇത് കല്യാണത്തിന്റെ കോംപ്രമൈസ് അല്ല, അഭിമാനം നോക്കി ചെയ്തതാണെന്ന്. അമ്മ പറയുന്നു, ഓ അതിനൊന്നും നീ ചെവി കൊടുക്കണ്ടെന്നേ. അച്ഛൻ പറയാനുള്ളതൊക്കെ അച്ഛൻ പറയും. നീ ഹരിക്ക് ഫോൺ കൊടുക്ക, ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. കൃഷ്ണൻ പറയുന്നു, ഫോണൊക്കെ കൊടുക്കാം അച്ഛന്. അച്ഛനോട് അവിടത്തെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കേണ്ട എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞോളാം, നീ കൊടുക്കെന്ന് പറഞ്ഞിട്ട് അമ്മ ഹരിയോട് ഫോൺ കൊടുക്കാൻ പറയുന്നു. അങ്ങനെ ഫോൺ അവിടെ വെച്ചിട്ട് അകത്തേക്ക് മുകളിലേക്ക് കയറി പോവുകയാണ് പ്രസാദ്. എത്രയും പെട്ടെന്ന് നമുക്ക് കൃഷ്ണന്റെ കല്യാണം നടത്തണം, അതിനുവേണ്ടി നിങ്ങൾ 3 പേരും പരിശ്രമിക്കണം എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഹരി പറയുന്നുണ്ട്, കല്യാണമോ? അതിന് ചേട്ടൻ സമ്മതിക്കോ? സമ്മതിക്കും, നിങ്ങളൊക്കെ സമ്മതിപ്പിച്ചാൽ മതി എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു, ഞങ്ങളോ നടന്നത് തന്നെ. അച്ഛനും അമ്മയും നോക്കിയിട്ട് നടക്കാത്ത കാര്യമോ നമ്മൾ നടത്താൻ പോകുന്നത്. കാത്തിരുന്നോ? അങ്ങനെ തറുതല പറയാതെ ശ്രമിച്ചു നോക്ക് ഹരി. മോനോട് മിണ്ടുകയില്ലെന്ന് പറഞ്ഞു നടന്ന അച്ഛനെ ഒരു വഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. എപ്പോഴും എന്തും സംഭവിക്കാം. അത് നടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം, കൃഷ്ണന്റെ കല്യാണം. അച്ഛൻ ഇവിടെ ഒരു പെണ്ണിനെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ അത് അവന് പിടിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ ഒരു പെണ്ണിനെ കണ്ടെത്തി അവന്റെ മനസ്സ് മാറ്റണം. കുടുംബത്തിന്റെ സമാധാനത്തിന് അതാണ് അത്യാവശ്യം. ശരി, നോക്കാം. അപ്പോൾ ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരി ഫോൺ വെക്കുന്നു. പുഷ്പൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ പറഞ്ഞെന്ന്? കല്യാണം വല്യേട്ടനെ കല്യാണം കഴിപ്പിക്കണമെന്ന്. പുഷ്പൻ ചേട്ടനാണ് അതിന്റെ ഉത്തരവാദിത്തം മുഴുവനും എന്ന് പറഞ്ഞ് ഹരി പോകുന്നു. നടന്നത് തന്നെയെന്ന് പുഷ്പനും പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വേണുവക്കീൽ വീണ്ടും അഞ്ജലിയുടെ വീട്ടിലേക്ക് വരുന്നു. പിറകെ ആ നാരായണൻകുട്ടിയുണ്ട്. വീട്ടിലേക്ക് വന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയാണ്. കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് വേണു പോകാൻ തുടങ്ങിയപ്പോഴാണ് രാധ കതക് തുറക്കുന്നത്. രാധ കതക് തുറന്നതും വേണുവിനെ കാണുന്നു. വേണു രാധയെയും. എന്റെ ദൈവമേ, ഇത് സുഭദ്രാമ്മ തന്നെ. പക്ഷേ സുഭദ്രാമ്മ മരിച്ചുപോയതാണല്ലോ. നാട്ടുകാര് മുഴുവനും പങ്കെടുത്ത് സംസ്കാരവും നടന്നു. അങ്ങനെയാണെങ്കിൽ ഇതാ രണ്ടാമത്തെ കുട്ടി രാധയല്ലാതെ മറ്റാരാ? യെസ്, രാധ തന്നെ. എന്റെ അന്വേഷണം സഫലമായി, സക്സസ്. ഇതെല്ലാം നാരായണൻകുട്ടി കാണുന്നുണ്ട്. ആരാണെന്ന് രാധ ചോദിക്കുന്നു. നമുക്ക് വേണ്ട ആളെ എന്തായാലും കണ്ടെത്തി. ഇപ്പോ എന്തായാലും സംസാരിച്ചാൽ ഒന്നും സമ്മതിക്കില്ല. സാവകാശത്തിൽ കണ്ടെത്താം. തൽക്കാലം എന്തെങ്കിലും കള്ളം പറയുന്നതാ നല്ലത് എന്നൊക്കെ വേണു ആലോചിക്കുന്നു. ആരാ നിങ്ങൾ? എന്താ ഇവിടെ വന്നത്? വേണു പറയുന്നു, ഞാനൊരു വീട് വാടകയ്ക്ക് നോക്കി വന്നതാണ്. ചന്ദ്രനഗറിലെ E36 അതല്ലേ ഈ വീട്? അതെവിടെയാണെന്ന് രാധ പറഞ്ഞു കൊടുക്കുന്നു. അമ്മയെന്ന് വിളിച്ച് അച്ചൂട്ടൻ അവിടേക്ക് വരുന്നു. അച്ചൂട്ടനെയും വേണു കാണുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.